ഇന്ന് ഈ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പുതിയൊരു യൂസാണ് പരിചയപ്പെടുത്തുന്നത്. വിൽ ബി പ്ലസ് നൗൺ ഓർ വിൽ ബി പ്ലസ് വെർബ് ing. വെൽക്കം ടു ഷിഹാബ്സ് വ്ലോഗ്. ആദ്യമായാണ് നിങ്ങൾ എൻ്റെ ചാനൽ വാച്ച് ചെയ്യുന്നെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ഐക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് അല്ലെങ്കിൽ ക്ലാസ്സുകൾ വളരെ കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. Okay, anyway, let's go to today's class. First of all, you have to understand, will be plus noun or will be plus verb ing. First, you understand, this sentence structure is called, future continuous. An action will be continuing in the future. Future continuous എന്നാണ് ഈ ഒരു sentence structure-നെ പറയുന്നത്. Will be plus noun or will be plus verb ing. So let's discuss some sentences. Okay, അപ്പോൾ will be നമുക്ക് ഇങ്ങനെ മീനിങ് ചെയ്യാം, ആയിരിക്കും. അപ്പോൾ ഭാവിയിൽ ഒരു സംഗതി ആയിരിക്കും, ഒരു അവസ്ഥയിലായിരിക്കും എന്നൊക്കെ പറയുമ്പോഴാണ് will be യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, I will be on leave tomorrow. നാളെ ഞാൻ ലീവ് ആയിരിക്കും. I will be on leave tomorrow. Then he will be on vacation next month. അടുത്ത മാസം അവൻ വെക്കേഷനിൽ ആയിരിക്കും. He will be on vacation next month. And she will be in Dubai next year. അടുത്ത വർഷം അവൾ ദുബായിൽ ആയിരിക്കും. Then when you use any verb form, you have to use ing form of the verb with the will be. അപ്പോൾ will be ന്റെ കൂടെ ഉള്ള verb ഫോമിൽ ഉപയോഗിക്കുമ്പോൾ അത് ing ഫോം ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, I will be working in the office this time tomorrow. നാളെ ഈ സമയം ഞാൻ ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. That means an action will be continuing in the future. ഭാവിയിൽ ഒരു പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറയാം. I will be working in the office this time tomorrow. Then he has a meeting. He will be attending the meeting this time tomorrow. അവന് ഒരു മീറ്റിംഗ് ഉണ്ട്. He will be attending the meeting this time tomorrow. നാളെ ഈ സമയം അവൻ ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കും. Then another example, she will be studying abroad next year. അടുത്ത വർഷം അവൾ വിദേശത്ത് പഠിച്ചുകൊണ്ടിരിക്കും. She will be studying. She will study അല്ല, she will be studying, which means അവൾ പഠിച്ചുകൊണ്ടിരിക്കും. She will be studying abroad next year. അടുത്ത വർഷം അവൾ വിദേശത്ത് പഠിച്ചുകൊണ്ടിരിക്കും. നെക്സ്റ്റ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ വിൽ ബി നമുക്ക് മീനിങ് മനസ്സിലായി, ആയിരിക്കും എന്നാണ്. അപ്പോൾ വിൽ ബിന്റെ ചോദ്യം എന്തായിരിക്കും? ആയിരിക്കുമോ എന്നാവും. അപ്പൊ ഇവിടെ നമുക്ക് സബ്ജക്ട് ഏതായിരുന്നാലും വി ക്യാൻ യൂസ് ദ സെയിം ഓക്സിലറി. വിൽ ബി തന്നെ ഉപയോഗിക്കാം. സബ്ജക്ട് വെദർ ദ സബ്ജക്ട് സിംഗുലർ ഓർ പ്ലൂറൽ, സബ്ജക്ട് സിംഗുലറോ പ്ലൂറലോ ഏതായിരുന്നാലും നമുക്ക് വിൽ ബി തന്നെ അവിടെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പോൾ വിൽ ബി ആയിരിക്കുമെന്നാണ്. വിൽ ബി ഫസ്റ്റ് വരുമ്പോൾ ആയിരിക്കുമോ എന്നാവും. ഫോർ എക്സാമ്പിൾ, വിൽ ഹി ബി ഓൺ ലീവ് ടുമോറോ. നാളെ അവൻ ലീവ് ആയിരിക്കുമോ? വിൽ ഹി ബി. അവിടെ വിൽ ബി ഒന്നിച്ച് നമുക്ക് ഫസ്റ്റ് യൂസ് ചെയ്യാൻ സാധിക്കില്ല. വില്ല് മാത്രമാണ് ഫസ്റ്റ് ഉപയോഗിക്കുക. വിൽ then subject be അങ്ങനെയാണ് വരുന്നത്. Will he be on leave tomorrow? നാളെ അവൻ ലീവ് ആയിരിക്കുമോ? And will she be on vacation next month? അടുത്ത മാസം അവൾ വെക്കേഷനിൽ ആയിരിക്കുമോ? Will she be on vacation next month? Will you be abroad in 2027? Or will you be abroad next year? അടുത്ത വർഷം നീ വിദേശത്തായിരിക്കുമോ? Will you be abroad? നീ വിദേശത്ത് ആയിരിക്കുമോ? അപ്പൊ ഇപ്പൊ വിദേശത്തല്ല, ഇനി ഭാവിയിൽ ആയിരിക്കുമോ എന്ന് ചോദിക്കുന്നത്. Will you be abroad next year? അടുത്ത വർഷം നീ വിദേശത്ത് ആയിരിക്കുമോ? അപ്പൊ ഇതിന്റെ കൂടെ പ്രവർത്തനം വരുമ്പോൾ ഞാൻ പറഞ്ഞു ing ആണ് വരാന്ന് പറഞ്ഞു. അപ്പൊ ആ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ, I will be resting at home this time tomorrow. നാളെ സമയം ഞാൻ വീട്ടിൽ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അവിടെ ക്വസ്റ്റ്യൻ എങ്ങനെ വരാം? സെയിം വേ. എങ്ങനെ വിൽ ഫസ്റ്റ് ഉപയോഗിക്കുക. Will you be resting at home this time tomorrow? നാളെ സമയം നീ വീട്ടിൽ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകുമോ? And will he be attending the meeting in the evening? ഈവനിങ്ങിൽ അവൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകുമോ? And will she be traveling? അവൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകുമോ? Will she be traveling this time tomorrow? നാളെ ഈ സമയം അവൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകുമോ? അപ്പോൾ will be ഒക്കെ ഫസ്റ്റ് വരുമ്പോൾ ആയിരിക്കുമോ, ഒരവസ്ഥയിലായിരിക്കുമോ, പ്രവർത്തനം വരുമ്പോൾ ആ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകുമോ, ചെയ്തുകൊണ്ടിരിക്കുമോ എന്നൊക്കെയാണ് ആശയം വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ വിൽ ബിന്റെ നെഗറ്റീവ് മനസ്സിലാക്കണം. വിൽ ബി ആയിരിക്കും എന്നാണ്. അപ്പൊ വിൽ ബി നെഗറ്റീവ് വരുന്നത് വോണ്ട് ബി എന്നാവും. വോണ്ട് ബി മീൻസ് ആയിരിക്കില്ല. ഓക്കെ, ആസ് എൻ എക്സാമ്പിൾ, ഐ വോണ്ട് ബി ഓൺ ലീവ് ടുമോറോ. ഐ വോണ്ട് ബി, ഐ വിൽ നോട്ട് ബി എന്നുള്ളതിനെ നമ്മൾ ഐ വോണ്ട് ബി എന്ന് പറയാം. ഐ വോണ്ട് ബി ഓൺ ലീവ് ടുമോറോ. നാളെ ഞാൻ ലീവ് ആയിരിക്കില്ല. ആൻഡ് ഷി വോണ്ട് ബി ഓൺ വെക്കേഷൻ
in January. ജനുവരിയിൽ അവൾ വെക്കേഷനിൽ ആയിരിക്കില്ല. ഷി വോണ്ട് ബി ഓൺ വെക്കേഷൻ. അവൾ വെക്കേഷനിൽ ആയിരിക്കില്ല. ഐ വോണ്ട് ബി അലോൺ ദർ. ഐ വോണ്ട് ബി അലോൺ ദർ. ഞാൻ അവിടെ ഒറ്റക്കായിരിക്കില്ല, തനിച്ചായിരിക്കില്ല. അപ്പോൾ വിൽ ബി ആയിരിക്കും, വോണ്ട് ബി എന്താണ്, ആയിരിക്കില്ല എന്നാണ്. അതുപോലെ തന്നെയാണ് വെർബ് പ്രവർത്തനങ്ങളുടെ കൂടെ വരുമ്പോഴാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഐ വോണ്ട് ബി ട്രാവലിംഗ് ദിസ് ടൈം ടുമോറോ. നാളെ ഈ സമയം ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കില്ല. ഐ വിൽ ബി വർക്കിംഗ് ഇൻ ദി ഓഫീസ്. ഞാൻ ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. Then another example, and she won't be sleeping at home this time tomorrow. നാളെ ഈ സമയം അവൾ വീട്ടിൽ ഉറങ്ങുകയായിരിക്കില്ല. ഷി വിൽ ബി ട്രാവലിംഗ്. അവൾ യാത്ര ചെയ്യുകയായിരിക്കും. അപ്പൊ ഷി വോണ്ട് ബി സ്ലീപ്പിംഗ്. അവൾ ഉറങ്ങുകയായിരിക്കില്ല. Then they won't be playing in the evening tomorrow. നാളെ ഈവനിങ്ങിൽ അവർ കളിച്ചുകൊണ്ടിരിക്കില്ല. അപ്പോൾ വിൽ ബി ചെയ്തുകൊണ്ടിരിക്കും, വോണ്ട് ബി ചെയ്തുകൊണ്ടിരിക്കില്ല എന്നാണ് അവിടെ മീനിങ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇവയിൽ നിന്ന് നെഗറ്റീവ് ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കണം. അപ്പോൾ വോണ്ട് ബി ആയിരിക്കില്ല എന്നാണ്. അപ്പോൾ വോണ്ട് എന്നുള്ളതിന് ഫസ്റ്റ് ഉപയോഗിക്കുമ്പോൾ ആയിരിക്കില്ലേ എന്നാവും. അപ്പോൾ വോണ്ട് യു ബി ഓൺ ലീവ് ടുമോറോ. നാളെ നീ ലീവ് ആയിരിക്കില്ലേ. വോണ്ട് യു ബി ഓൺ ലീവ് ടുമോറോ. Then won't she be abroad next year? അടുത്ത വർഷം അവൾ വിദേശത്തായിരിക്കില്ലേ. won't she be abroad next year? And won't you be in Dubai next month? അടുത്ത മാസം നീ ദുബായിലായിരിക്കില്ലേ. അപ്പോൾ won't be means ആയിരിക്കില്ലേ എന്നാണ് വരിക. Then നെഗറ്റീവ് ക്വസ്റ്റ്യനിൽ അതുപോലെ തന്നെയാണ് വരിക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, won't you be attending meeting this time tomorrow? നാളെ ഈ സമയം നീ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കില്ലേ. Won't you be attending the meeting this time tomorrow? And won't he be studying this night or tonight? Won't he be studying? അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കില്ലേ. Won't he be studying? Then won't you be resting at home? നീ വീട്ടിൽ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കില്ലേ. Won't you be resting at home this evening? ഇന്ന് ഈവനിങ്ങിൽ നീ വീട്ടിൽ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കില്ലേ. അപ്പോൾ വോണ്ട് ഫസ്റ്റ് വരുമ്പോൾ ആയിരിക്കില്ലേ. പ്രവർത്തനം വരുമ്പോൾ ഒരു പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കില്ലേ എന്നാണ് മീനിങ് വരുന്ന, ആശയം വരുന്നത്. ഓക്കെ, ഇനി നമ്മളിവിടെ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് WH ക്വസ്റ്റ്യൻ ആണ്. വി നോ ദ WH ക്വസ്റ്റ്യൻ ഫോർമാറ്റ്. WH ഓക്സിലറി സബ്ജക്ട് വെർബ്, അങ്ങനെയാണ് അത് പോകുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് വിൽ ബി എന്നുള്ളതിന്റെ WH ഒന്ന് നോക്കാം. അപ്പോൾ where will you be? where will then subject ആണ് ഇവിടെ വരിക. where will you be this time tomorrow? നാളെ ഈ സമയം നീ എവിടെ ആയിരിക്കും. where will you be this time tomorrow? then when will he be on vacation? അവൻ എപ്പോഴായിരിക്കും വെക്കേഷനിലാവുക. when will he be on vacation? അപ്പോൾ WH ഒക്കെ വരുമ്പോൾ എപ്പോഴായിരിക്കും, എങ്ങനെ ആയിരിക്കും, എവിടെ ആയിരിക്കും എന്നൊക്കെയാണ് മീനിങ് വരുന്നത്. ഓക്കെ, ആൻഡ് where will this be available? ഇത് എവിടെ ലഭ്യമായിരിക്കും. അപ്പൊ വിൽ ബി എന്ന് പറയുമ്പോൾ ആയിരിക്കും എന്നാണ്. അപ്പോൾ വെരീസ് എന്ന് പറയുമ്പോൾ എവിടെയാണെന്നാണ് മുമ്പ് പഠിച്ചു. വെരീസ് എവിടെയാണ്, വെർവോസ് എവിടെയായിരുന്നു, വേർ വിൽ ബി എവിടെ ആയിരിക്കും. അപ്പൊ വിൽ ബിന്റെ മീനിങ് ജസ്റ്റ് മനസ്സിലാക്കുക, ആയിരിക്കും എന്നാണ്. എവിടെയൊക്കെ വിൽ ബി വരുന്നു അവിടെയൊക്കെ ആയിരിക്കും എന്നൊരാശയത്തിലേക്കാണ് വരുന്നത്. ഇനി അത് പ്രവർത്തനങ്ങളെ കൂടെ വരുമ്പോൾ ING ആയിരിക്കും വരാം. WH അങ്ങനെ തന്നെയാണ് വരാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ, വാട്ട് വിൽ യു ബി ഡൂയിങ് ദിസ് ടൈം ടുമോറോ. നാളെ സമയം നീ എന്ത് ചെയ്തുകൊണ്ടിരിക്കും. വാട്ട് വിൽ യു ബി ഡൂയിങ്. ആൻഡ് വേർ വിൽ ഹി ബി സ്ലീപ്പിംഗ് when he go to abroad or when he go abroad. where will he be sleeping? അവൻ എവിടെ ഉറങ്ങിക്കൊണ്ടിരിക്കും. where will he be sleeping? and what will you be eating? നീ എന്ത് കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ this is the WH question. അപ്പോൾ ഇവിടെ നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കേണ്ടത് വിൽ ബി എന്ന് പറയുമ്പോൾ ആയിരിക്കും എന്നാണ് ആശയം വരുന്നത്. വിൽ ബിന്റെ ചോദ്യം എന്താ, ആയിരിക്കുമോ. നെഗറ്റീവ് ആയിരിക്കില്ല. നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആയിരിക്കില്ലേ. WH വരുമ്പോൾ എന്തായിരിക്കും, എങ്ങനെ ആയിരിക്കും, എവിടെ ആയിരിക്കും. അപ്പോൾ വിൽ ബി എന്നുള്ള മിനിമം നമ്മൾ മനസ്സിലാക്കണം, എന്ത് ആയിരിക്കും എന്നാണ് വിൽ ബിന്റെ ആശയം എന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ കുറെ കാര്യങ്ങൾ ഇതിൽ മനസ്സിലായി. ഇനി എന്ത് ചെയ്യണം, ഇത് പ്രാക്ടീസിൽ കൊണ്ടുവരണം. പ്രാക്ടീസിൽ കൊണ്ടുവരുമ്പോഴാണ് എന്ത് ചെയ്യുക, സംസാരിച്ചുകൊണ്ടോ എഴുതിക്കൊണ്ടോ അല്ലെങ്കിൽ നിരന്തരമായ സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ നിരന്തരം പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്കതിൽ ഒരു സ്കില്ല് വരിക. ഇപ്പൊ തൽക്കാലം കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഇന്ന് റിപ്പീറ്റഡ് ആയിട്ട് വീഡിയോ വാച്ച് ചെയ്യുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, പിന്നെ പ്രാക്ടീസ് ചെയ്യുക. കൂടുതൽ എന്ത് ചെയ്യുക, പ്രാക്ടീസിലേക്ക് ഈ സെന്റൻസ് സ്ട്രക്ചർ കൊണ്ടുവരാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു വെരി മച്ച്.